ഹായ് ഫ്രണ്ട്സ്, DH ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പന്നൽ ചെടികളെക്കുറിച്ചാണ്, അതായത് ഫേണിനെക്കുറിച്ച്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മഴയത്തും വെയിലത്തും ഒരുപോലെ നമ്മുടെ വീട്ടിൽ നല്ല സുലഭമായി വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് ഈ പന്നൽ ചെടി. നമ്മൾ മഴ പെയ്യുമ്പോൾ നമ്മുടെ ടെറസിലും അതേപോലെ മതിലുകളിലും കുളങ്ങളിലും ജലാശയങ്ങളിലെല്ലാം പറമ്പിലുമൊക്കെ ധാരാളമായിട്ട് വളർന്നാണ് ഈ ഫേണുകൾ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏതൊക്കെ വെറൈറ്റി ഫേണുകളാണുള്ളതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഫിഷ് ടെയിൽ ഫേണാണ്. ഒരു ഫിഷിൻ്റെ ടെയില് പോലെ തന്നെ, വാല് പോലെ തന്നെയുള്ള ഫേണാണത്. നല്ല ഭംഗിയുണ്ട്. അടുത്തത് നമ്മുടെ സ്ട്രിങ് ഫേണാണ്. നല്ല ഭംഗിയാണിത്. ഇടതൂർന്ന് നിൽക്കുന്ന കാണുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ളത്. കണ്ട് ധാരാളം തൈകളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. നല്ലൊരു ഭംഗിയല്ലേ ഇത് കാണാൻ. അതിൽ നിന്ന് വേരുകളൊക്കെ ഉണ്ട്. ആ വേരിലൂടെയാണ്, അധികം ആഴമില്ലാത്ത വേരുകളാണ്, അതുകൊണ്ട് ആ വേരിൽ നിന്നാണ് പുതിയ പുതിയ ചെടികളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അടുത്ത ഫേണ് ഇതാണ്. ഇതും നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഇഷ്ടംപോലെ വളർത്തിയെടുക്കാൻ, തൈകളൊക്കെ മാറ്റി മാറ്റി വെച്ചാൽ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഫേണാണ് ഇതും. ബോസ്റ്റൺ ഫേൺ എന്നാണ് ഈ ഫേണിൻ്റെ പേര്. അടുത്ത ഫേണും നല്ല ലഷായിട്ട് വളരുന്ന ഒരുതരം ഫേണാണ്. പക്ഷേ ഈ ഫേണിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ സ്റ്റെമ്മിന് കുറച്ചുകൂടെ നല്ല കട്ടിയുണ്ട്. എന്നാലും ധാരാളം തൈകൾ ഈ സ്റ്റെമ്മിൽ നിന്നും ധാരാളം തൈകൾ ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്ത് ഇതിനും വെക്കേണ്ടത്. അടുത്ത ഫേണ് ഫ്ലഫി റഫിൾ ഫേണാണ്. നമുക്ക് ചട്ടിയിൽ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ സെയിലിന് വേണ്ടി ഓരോ പ്ലാന്റും മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് സെയിൽ നടത്തിയുള്ള ഫേണാണ്. അടുത്തത് നമ്മുടെ സിൽവർ ഫേണാണ്. നല്ല ഭംഗിയായിട്ട് സിൽവർ കളറോട് കൂടി നിൽക്കുന്ന ഫേണാണ്. ഇതും ധാരാളം തൈകളൊക്കെ നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല ഇടതൂർന്ന് വളരുന്ന ഒരു ഫേണാണ് ഇതും. അടുത്ത ഫേണ് ബട്ടൺ ഫേണാണ്. നമ്മൾ ബട്ടൺസ് പോലെ തന്നെയാണ് കേട്ടോ ഈ ഫേണിൻ്റെ ഇലകളൊക്കെ കാണാൻ. ഇതിലും ധാരാളം തൈകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഇടതൂർന്ന് വളർന്ന് വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫേണാണ് ഈ ഫേണും. അടുത്തത് ട്രീ ഫേണാണ്. ഒരു തെങ്ങിൻ തൈ പോലെ അല്ലേ ഇത് വളർന്നു നിൽക്കുന്ന കണ്ടാൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ. ഇതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ചാൽ ആ ഫേൺ ചീഞ്ഞു പോകും. നല്ല ഇടതൂർന്ന് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഇലയും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫേണാണ് നമ്മുടെ ട്രീ ഫേൺ. അടുത്ത മെഡോസ് ഫേണാണ്. നല്ല താഴ്വാരത്തിലേക്ക് നോക്കുന്നത് പോലെയാണ് ഈ ഫേൺ കണ്ടാൽ. നല്ല ബോൾ ഷേപ്പായിട്ടുള്ള ഫേണാണ്. അടുത്തത് നമ്മുടെ നാട്ടിൻപുറത്ത് കാണപ്പെടുന്ന ഫേണാണ്. ഇതും ഒരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയില്ലേ. നമുക്കൊരു രൂപ ചിലവില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ഫേണാണ് ഇതും. അടുത്തതും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഹെർട്ട് ഫേണാണ്. ഇതും കാണാൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതും നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമ്മുടെ ഫേണുകളൊക്കെ എങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ആദ്യം അതിൻ്റെ വാട്ടറിങ് ആണ്. നമ്മൾ ഉറപ്പായിട്ട് ഇത് നല്ല മോയ്സ്ചറൈസ് കണ്ടൻസ് വേണ്ട പ്ലാന്റുകളാണ്. നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം. വേനൽക്കാലമാണെങ്കിൽ 2 തവണയും ഇതിൻ്റെ ലീഫെല്ലാം നല്ലതുപോലെ നനയ്ക്കണം. എന്നാൽ ഓവർ വാട്ടറിങ് ആണെങ്കിൽ ചെടികൾ ചീഞ്ഞു പോകും. ആ കാര്യം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്.
അടുത്തത് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് ആണ് കേട്ടോ. നമ്മൾ 50% കൊക്കോ പിറ്റും ബാക്കി 50% മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ ചേർന്ന ഒരു മിശ്രിതത്തിൽ വേണം ഈ ചെടികളൊക്കെ നമ്മൾ നട്ടു കൊടുക്കാൻ. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റ് മാത്രം മതി. ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടിയാൽ ഈ ഫേണിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു ചെടി എങ്ങനെയാണ് ഈ പോട്ടി മിക്സിലേക്ക് നട്ടു കൊടുക്കേണ്ടതെന്നും കൂടെ ഒന്ന് കാണാം. ഇതിനായിട്ട് നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ടെടുക്കുക. നമ്മളതിൻ്റെ ഹോളെല്ലാം കല്ലുകൊണ്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഈ ചെടി നട്ടു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ റണ്ണറായിട്ട് ഒരുപാട് പ്ലാന്റുകളൊക്കെ അത് ഇതിൻ്റെ വേരൊന്നും ആഴത്തിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് ഈ റണ്ണറിൽ നിന്നും വരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ആ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് ഈ പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ അല്പം വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ആ ചെടി പിടിച്ച് ഇതിൽ തന്നെ 2-3 ചെടികളാണുള്ളത് കേട്ടോ. നമ്മൾ ഈ ഇതിലോട്ട് തൽക്കാലം ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് പിന്നീട് അല്പം വലുതായി കഴിയുമ്പോൾ നമുക്ക് അതിനെയും വേറെ വേറെ ചെടികളാക്കാം. അങ്ങനെ കൂടുതൽ ചെടികളാക്കിയെങ്കിലേ ഉള്ളൂ നമുക്ക് ഇതൊന്നും തീരെ പോകാതെ ഇരിക്കുകയുള്ളൂ. അതേപോലെ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട. NPK 19-19-19 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന രീതിയിൽ കലക്കി ഇടയ്ക്ക് അല്പം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് അല്പം ചാണകപ്പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ ബാധിക്കുന്ന പ്രത്യേകിച്ച് ഫംഗസ് രോഗങ്ങളൊന്നുമില്ല. കാണപ്പെടുന്നത് പുഴുക്കളാണ്. നമ്മളതിനെ എടുത്ത് നശിപ്പിച്ച് കളയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഈ നമ്മുടെ ഫേണിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വളർത്തേണ്ടതും പരിപാലിക്കേണ്ടതുമായ രീതി. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അല്പം ചകിരിച്ചോറ് നനച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്താൽ തണുപ്പ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ തണുത്ത അന്തരീക്ഷത്തിലൊക്കെ കൂടുതൽ ചെടികളുണ്ടാകാൻ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.